അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ചിന്ത, പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാലോ എന്ന്. അങ്ങനത്തെ അപ്പം തന്നെ ചാടിയിറങ്ങി ഞങ്ങളുടെ പറമ്പിൽ മൊത്തം അരിച്ചു പെറുക്കി. അങ്ങനെ അരിച്ചു പെറുക്കുന്ന ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി ഒരു കുഞ്ഞൻ പൈനാപ്പിളിനെ. പുറത്തുനിന്ന് എടുക്കുന്ന പൈനാപ്പിളിനാണ്, സൂക്ഷിച്ചു വേണം, എലികളോ മറ്റു പ്രാണികളോ കടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എടുത്താൽ മതി. അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പരിശോധന കഴിഞ്ഞ് ഞങ്ങൾ എടുത്തു. ഇതേണ്ടേ അത്യാവശ്യം ആദ്യം അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞു. പിന്നെ കുഞ്ഞു കുഞ്ഞു പൊങ്ങി നിൽക്കുന്ന ആ കുഞ്ഞു പാടുകളെ ഞങ്ങൾ മൊത്തത്തിലേ മാറ്റി. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മാറ്റിയത് കേട്ടോ. പിന്നെ വേണ്ട ഒരു പൂവിൻ്റെ ആകൃതിയിലൊക്കെ വെട്ടിയെടുത്ത് പഞ്ചസാര ലൈനിലിട്ടു. പിന്നെ മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ടു കേട്ടോ. പഞ്ചസാര ലൈനിലായതുകൊണ്ട് മധുരം ഞങ്ങൾ പിന്നെ ചേർത്തില്ല. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞങ്ങൾക്ക് കുറച്ച് മധുരം മതിയായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് പൊതുവെ നമുക്ക് നല്ലതായിട്ട് കണക്കാക്കാം. കൂടാതെ വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡന്റുകൾ നല്ല ഉറവിടമാണ്. ദഹനം, ചർമ്മ ആരോഗ്യം, പ്രതിരോധശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പോഷകാഹാര മൂല്യമുള്ളതാണ്. പറഞ്ഞ പോലെ വിറ്റാമിനുകൾ, ധാതുക്കൾ ഒക്കെ പൈനാപ്പിൾ ജ്യൂസിലുണ്ട്. അതുപോലെ വിറ്റാമിൻ സി, മാഗ്നീഷ്യം, ചെമ്പ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോശത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും ആൻറ്റി ഓക്സിഡന്റ് നമ്മളിത് തന്നിട്ടുണ്ട്. അലർജി ഉള്ളവർ പാടെ ഒഴിവാക്കുക. അപ്പം ആയിക്കോട്ടെ ഇന്നത്തെ പൈനാപ്പിൾ ജ്യൂസ്.